നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ അദാനിയുടെ പ്രതിനിധികൾ പോയതുമായി ബന്ധപ്പെട്ട് CPM-ന് മറുപടിയില്ലെന്നൊരു ആരോപണം അങ്ങുവെക്കുന്നു. ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി VD സതീശനോട് മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല, അദ്ദേഹം മിണ്ടിയോ? മറുപടി അദ്ദേഹത്തിനുണ്ടോ? ആരാണ് ഈ പറയുന്ന ചാർജ് അടക്കം വഹിച്ചത് എന്ന കാര്യത്തിൽ ചോദിച്ചപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ ചാർട്ടേഡ് വിമാനം പിടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ കടുപ്പമാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് അക്കാര്യത്തിൽ വ്യക്തിപരമായി അദ്ദേഹം ആരുടെ കൂടെ പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് അഭിപ്രായം എനിക്ക് അക്കാര്യത്തിൽ ഇല്ലാത്തത്, എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഇനി അദ്ദേഹം വെളിപ്പെടുത്തേണ്ട കാര്യം അദ്ദേഹം പറയേണ്ട കാര്യം അദ്ദേഹം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം വ്യക്തിപരമായി പറയേണ്ടതല്ല ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങ് ഈ ചർച്ചയിൽ വന്ന് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയെ നയിച്ച തെരഞ്ഞെടുപ്പിന് നയിച്ച നിങ്ങൾ പിന്നീട് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ യാത്രയെക്കുറിച്ച് പറയാൻ മിനിമം ഇൻഫർമേഷൻ അങ്ങേക്കെങ്കിലും തരേണ്ട ഉത്തരവാദിത്വം അങ്ങയുടെ പാർട്ടിക്കില്ലേ? അല്ല, അദ്ദേഹം വ്യക്തിപരമായി നടത്തുന്ന യാത്രകൾ മുഴുവൻ പാർട്ടിയോട് ആലോചിച്ച് പാർട്ടിയിൽ നിന്ന് കത്ത് കൊടുത്ത് അനുവാദം വാങ്ങി അല്ല അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം ഒന്നല്ല ആരും. ഇപ്പൊ ഞാൻ വ്യക്തിപരമായി നടത്തുന്ന യാത്ര, എന്റെ സൗഹൃദങ്ങൾ, എന്റെ ബന്ധങ്ങൾ, പരിചയങ്ങൾ, യാത്രകളൊക്കെ പാർട്ടിയുടെ അനുവാദം മേടിച്ച് ചെയ്യുന്ന പരിപാടിയല്ല. പക്ഷെ അങ്ങനത്തെ ശീലങ്ങളുള്ളത് CPM-നാണ്. അങ്ങനെ ശീലങ്ങളുള്ള ഇലക്ഷൻ കാലത്തെ യാത്രയാണ്. അതിൽ അദാനി പ്രതിനിധിയെ കാണാൻ പോയ ആരോപണമുണ്ട്, മംഗലാപുരം യാത്ര എന്ന ആരോപണമുണ്ട്, അത് ഫണ്ടുമായി ബന്ധപ്പെട്ടതാണെന്ന ആരോപണമുണ്ട്. അതങ്ങനെ വ്യക്തിപരം എന്ന നിലയ്ക്ക് പറയണമെങ്കിൽ വ്യക്തിപരമാണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സമ്മതിക്കണം. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ മനുഷ്യന്റെയും ഈ പറയുന്ന സ്വകാര്യത മാനിക്കണം. അത് പക്ഷെ അദ്ദേഹം ഫലിപ്പിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ പോയി എന്ന് പറയരുത്, എന്റെ വ്യക്തിപരമായ കാര്യത്തിന് പോയി എന്ന് പറയണം. അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹം വ്യക്തിപരമായി നടത്തിയ ഒരു യാത്രയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം മറുപടി പറയാത്തടത്തോളം കാലം അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അദാനിയുടെ പ്രതിനിധികൾ കണ്ണൂർ വന്നിട്ട് വാർത്തകളുണ്ട്. അക്കാര്യത്തിലും ഇതുപോലെ മറുപടികളും ചോദ്യങ്ങളും വന്നിട്ടില്ല. അപ്പൊ അതും വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുതകൾ ഇല്ലാതെ വരുമ്പോൾ ആരോപണങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കും. അതിനപ്പുറത്ത് വസ്തുതകൾ നിരക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും, അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും ആരോപണം CPM-നുണ്ടോ? ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അസംതൃപ്തി അറിയിച്ച് കത്തെഴുതുക തന്നെയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്. അപ്പുറത്ത് എന്താ 15 കോടി രൂപ ഈടാക്കാൻ നോട്ടീസ് കൊടുത്തിട്ട് ഈടാക്കിയിട്ടുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസരെ മാറ്റാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത് ആരാണെന്ന് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും സമ്മർദ്ദം ചെലുത്തിയവരെ സംരക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, സാധാരണഗതിയിൽ നമ്മൾ ഈ പഞ്ച് ആയി BGM ഒക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്നത് പോയി പണി നോക്കാൻ പറഞ്ഞു പിണറായി വിജയൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ദിവ്യാസൈരോ പറഞ്ഞിട്ടില്ല, അങ്ങനെ തുറമുഖം കൈകാര്യം ചെയ്തത് മന്ത്രി പറഞ്ഞിട്ടില്ല, ഇവിടെ അങ്ങനെ ഒരു സമ്മർദ്ദം സർക്കാരിന് മുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഈ സമ്മർദ്ദം വന്നത്, ഇപ്പോഴാണ് ഈ 15 കോടിയുടെ കാര്യം വന്നത്, ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളെയും പ്രതിരോധത്തിന്റെ വലിയ യാത്രയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വന്നത്. ശരിയാണ് കാര്യം. Debate with Madhu Saji.